ഫഹദ് ഇല്ല ഇവിടെ ആസ് ഓഫ് നൗ, പക്ഷെ ഫഹദുമായിട്ടുള്ള ഇന്ററാക്ഷനോ സീൻസ് ഉണ്ട് വളരെ. ഐ തിങ്ക് പെർഹാപ്സ് ദ ഫസ്റ്റ് ടൈം യു ആക്ച്വലി മീറ്റ് ഫേസ് ടു ഫേസ് ഇസ് ഇൻ ദ ആക്ഷൻ സീക്വൻസ്. പക്ഷേ അതിന് മുമ്പ് പാർക്കിൽ വെച്ചുള്ള ആ ഒരു ഇന്ററാക്ഷനുള്ള ഒരു ഒളിച്ചുകളി. ടെൽ us about your scenes there with ഫഹദ്. ഷാനുവായിട്ട് ഷാനു എനിക്ക് ഫഹദ് എല്ലാരും വിളിക്കുന്ന ഫഹദ് എന്ന് ധന്യ പറഞ്ഞാലും എനിക്ക് ഷാനുവിനെ എനിക്കൊരു 6 വർഷമായിട്ട് നന്നായിട്ട് അറിയാം. ഞങ്ങളിങ്ങനെ കാണുന്നതൊക്കെ കുറവാണെങ്കിലും ഫോൺ ചെയ്ത് ഇങ്ങനെ കുറേ നേരം സംസാരിക്കും. കുറേ സിനിമകൾ കണ്ടതിനെ പറ്റിയിട്ട് സംസാരിക്കും. കുറേ സിനിമക്കാരെ കുറ്റം പറയും. അപ്പോൾ അങ്ങനെ നല്ലോണം കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. അല്ല, അപ്പോൾ സമീർക്ക് ബിഗ് ബി ഒന്നും ചെയ്തിട്ടില്ല. അതിന് മുമ്പേ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇങ്ങനെ സിനിമയെ പറ്റി തന്നെ നമ്മളിങ്ങനെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ കാണും. അങ്ങനെ നല്ലൊരു സൗഹൃദമുണ്ട്. ഷാനു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷാനു അഭിനയിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പാടിക്കുന്നൊക്കെ പ്രോമിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് 2005. അത് ഇതുവരെ പാടിച്ചിട്ടില്ല, കാണുമ്പോൾ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു കെമിസ്ട്രി ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം പലപ്പോഴും നമ്മൾ ലൊക്കേഷനിൽ പോയിട്ടാണ് ഇവരെ കാണുന്നത്. പിന്നെ ഞാനും സംസാരിക്കുന്നത് വളരെ കുറവാണ്, അറിയാം. അപ്പോൾ എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുമായിട്ട് ഒന്ന് ജെല്ലാവാൻ ഇച്ചിരി സമയം എടുക്കും. ഷാനുവിൻ്റെ കേസിൽ ആ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസിലൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ചില സീനിലൊക്കെ മാസ്റ്റർ അടിച്ചോ ഈ സീനൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോട്ട് അവിടെ പങ്ങ് പങ്ങ് പങ്ങ്. അപ്പോൾ അതിലൂടെ കേൾക്കണം. ഇതുണ്ടല്ലോ ഈ അസിസ്റ്റൻസിനോട് പറയാണ്, ഞാനും ഷാനും നിൽക്കായിരിക്കും, ഇന്താള് പോട്ട് പങ്ങ് 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 മൂഞ്ചിൽ അവിടെ കുത്തണോ. ഇത് കിട്ടാൻ പോകുന്ന ആൾക്കാരുടെ ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഷാനു ഒരു ഭാഗത്ത് നിൽക്കുക. അപ്പൊ ഞാൻ ഷാനുവിനോട് പറയും, ഈ പഞ്ച് അടുത്ത് വരാൻ പോകുമ്പോ ശബ്ദം അതൊന്നും സമ്മതിച്ച് കാണത്തില്ല സമീർ അല്ലേ? അത് സമീർക്കൊക്കെ കണ്ടിട്ട് സങ്കടം വന്നു ശരിക്കും പറഞ്ഞാല്. പക്ഷേ സ്റ്റണ്ട് മാസ്റ്റർ കോംപ്രമൈസ് ഇല്ലാത്ത ആളാ. ആക്ച്വലി രാത്രി സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു റൂമിൽ. ഞാൻ ഇങ്ങനെയാണ് ഫൈറ്റ് വരേണ്ടത്, ഇതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫൈറ്റാണ് എനിക്ക് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫൈറ്റ് വേണം. അപ്പോൾ മാസ്റ്റർ എന്നോട് പറഞ്ഞ അവർ രണ്ടുപേരെയും വിട്ടേരെ പിഴിഞ്ഞിടും. അത് കാണേണ്ട ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഐ ഹാവ് നോട്ട് സീൻ ദിസ് റോ ഫൈറ്റ് സീക്വൻസ് in a long time. When you actually worked it out in your head, location is one critical aspect. Tell me about just that fight sequence. I think I'm very curious about it. ഈ ഫൈറ്റ് സീക്വൻസ് ആദ്യം ഇതിൻ്റെ ഒരു ക്ലൈമാക്സ്, ഇതിൻ്റെ ഒരു ട്വിസ്റ്റിലേക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ വെക്കുന്നത് ഇയാളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്കൊരു ട്വിസ്റ്റിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് വേറെ തരത്തിലൊരു ക്ലൈമാക്സിലേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു പടമാണ്. പക്ഷെ അതല്ലാതെ ഇതിന് ഏറ്റവും റിയൽ ആയിട്ട് എന്തായിരിക്കും എൻ്റെ ഒരു തോട്ടിൽ ഇങ്ങനെയാണ് റിയൽ ആയിട്ട് ഇതാണ് സംഭവിക്കാൻ. ഇയാൾ ആദ്യം പോയി കണ്ടുപിടിച്ച് ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, ഞാനാണെങ്കിൽ അടി കൊടുക്കും എന്നുള്ള അത് ആ ഒരു ഇതിൽ തന്നെയാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കും പോയിട്ടുള്ളത്. പക്ഷേ പിന്നെ ഫൈറ്റ് സീക്വൻസ് പറഞ്ഞപ്പോൾ അത് ആ അടി നടക്കണ ആ ഒരു ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അങ്ങനെ ലൊക്കേഷൻ അന്വേഷിച്ച് ഞങ്ങൾ ഒരു 2-3 ജില്ലയിൽ ഞങ്ങൾ ഈ ലൊക്കേഷൻ അന്വേഷിച്ച് ഇറങ്ങി. എല്ലാവരും ഓരോരുത്തരും ഓരോ ജില്ലയിലേക്ക് പോയിരിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഒരു വൈറ്റ് ടൈൽഡ് ആയിട്ടുള്ള ഇത് വേണം. അപ്പോൾ വൈറ്റ് ടൈലുള്ള ഒരു റൂമായിരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ജില്ലകൾ തോറും അന്വേഷിച്ചൊക്കെ കടന്ന് അവസാനം ഒരു രക്ഷയില്ല, അത് കിട്ടിയിട്ടില്ല. അവസാനം ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യും, കോംപ്രമൈസ് ചെയ്ത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഗോഡൗണിലിട്ട് തീർക്കേണ്ട വരുമോ എന്നുള്ളൊരു ടെൻഷനിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ തീയെ സോങ്ങിൻ്റെ ഒരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിനകത്ത് കുറച്ച് അണ്ടർ വാട്ടർ ഷോട്ട്സ്, 2 ലിപ്സിങ് അണ്ടർ വാട്ടർ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി DD വില്ലായി തമ്മനത്ത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറമാണ് ഈ പൂളിൽ പോയി അവിടെ പോയി അത് ഷൂട്ട് ചെയ്യുന്നിടയ്ക്ക് ഗുഗു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഗുഗു താഴെ ഞാൻ ഒന്ന് നമ്പർ 1 പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴെ പോയതാണ്. താഴെ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചിട്ട് വന്നേ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ താഴെ ഗുഗു എന്നെ വിളിച്ച് താഴെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്.
അപ്പൊ അന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയി എല്ലാവരും ഭയങ്കര സന്തോഷമായി. ലൊക്കേഷൻ കണ്ടപ്പോഴെന്തായിരുന്നു ഫീലിംഗ്? അയ്യോ, റിയൽ ലൊക്കേഷൻ ആയിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഡേ ഷൂട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും ടവലൊക്കെ വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് ഭയങ്കര എല്ലാവരും ആരും കയറുന്നില്ല അകത്തേക്ക്. കയറുന്നവരൊക്കെ ഇങ്ങനെ ടവല് കവർ ചെയ്ത് സെക്കൻഡ് സെക്കൻഡ് ആയപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ചായ അവിടെ എല്ലാവരും കംഫർട്ടായി. ഞാൻ സത്യം പറഞ്ഞ ഒരു ഫോട്ടോ ആളുകൾ പഴംപൊരിയൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആയതിനകത്ത് എല്ലാവരും. ഞാൻ ക്യാമറമാനോട് ചോദിക്കട്ടെ, ജോബോൺ ആ ഒരു സീക്വൻസ് ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ്ലി അല്ലേ? അതെങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്തത്? ഞാൻ ഫിലിമിൽ ഗ്രേഡ് ചെയ്തിരിക്കുന്ന, അതായത് കളർ കറക്ഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു പോർഷൻ ആ ഫൈറ്റ് സീക്വൻസിന് മാത്രമാണ്. ബാക്കിയെല്ലാം റിയൽ ആയിട്ട് തന്നെ ചേട്ടാ. അതിന് മാത്രം കുറച്ചൊരു ഡിഫറൻസ് വേണം. ഗ്രെയിൻസ് ചെറിയൊരു കളർ ഗ്രേഡേഷൻ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നെ അതുപോലെ ക്യാമറ റിയൽ ആയിട്ട് എങ്ങനെ ക്യാപ്ചർ ചെയ്ത് പോവാൻ ഇവര് തല്ലുകൂടി ക്യാപ്ചർ ചെയ്ത് പോവായിരുന്നു, ഓർ ഇറ്റ് വാസ് ലൈക്ക് പ്രീ പ്ലാൻഡ്? ഇവര് ഇങ്ങനെ തല്ലുകൂടി ഉരുണ്ട് അങ്ങനെ പോകും. But how did you manage? I mean, it was so powerful. ദേഹത്തൊക്കെ നല്ല പാടുകളും ബ്രൂസസും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അല്ല, ഒന്ന് ഇത് ചെയ്യണമെന്ന് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ശരീരം ഇങ്ങനെ പ്രശ്നം ഇതിന് പനിയായിരുന്നു. ഷാനൂനും പനിയായിരുന്നു, രണ്ടുപേർക്കും ഷാനൂനും പനിയായിരുന്നു, എനിക്കും പനിയായിരുന്നു. എനിക്ക് ഇച്ചിരി പനി കൂടുതലായിരുന്നു, അത് എൻ്റെ പേടിയൊക്കെ കൂടുതലുണ്ട്. പക്ഷെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. റിസൾട്ട് ഇടയ്ക്ക് പോയി മോണിറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാവും, നമ്മളാണ് ഇത് ചെയ്തതെന്നുള്ള ഒരു സംഗതി. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്താണ് പിന്നെ മാസ്റ്റർ വന്നിട്ട് അവനെ പുള്ളി ആദ്യം വന്ന് എല്ലാം പൊളിച്ച് ഇത് കാണുമ്പോൾ പേടി. I want to ask both of you actors, in this film ശരിക്കും പറഞ്ഞാൽ വളരെ ക്യാരക്ടർ ഡ്രിവൻ ആണ്, and it's so strong, the characterization, really it worked on it. Which was the most challenging part in the movie for both of you? Sonia, I'll start with you. എനിക്ക് പിടി കിട്ടുന്നില്ല, എൻ്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്താൽ ഇത് ശരിയാവും? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തു പോകുന്ന ക്യാരക്ടറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. എനിക്ക് അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാലഞ്ചിങ്. ഐ ഷുഡ് ബ്രേക്ക് മൈ ഇമേജ്. അതായത് എല്ലാവരും ഇപ്പൊ എന്നെ വിശേഷിപ്പിക്കാറുള്ള തലയിൽ എണ്ണ തേച്ച് തുളസി കതിരം ചൂടി ട്രാഫിക്കിലെങ്കിലും എനിക്കൊന്നും ഒരു urban ലുക്ക് എനിക്ക് വന്നിരുന്നു. എന്നാലും അതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു സിനിമയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉള്ള ഒരു ക്യാരക്ടർ എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഒരു urban ലുക്ക് ക്യാരി ചെയ്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എനിക്കൊന്ന് സോണിയ തന്നെയാണെന്ന് തോന്നുന്നു. സോ എനിക്ക് സോണിയ എന്ന് പറയുന്ന കഥാപാത്രം അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ള ഇറ്റ് വാസ് എ ചാലഞ്ച് ഫോർ മീ. അതാണ് എന്നെ ഓൾവേസ് നോട്ടീസ് ദാറ്റ് രമേ ഇപ്പം നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഒരു വില്ലേജ് ബെൽ അല്ലെങ്കിൽ വില്ലേജ് ഗേളിനുള്ള in fact Malayali audience prefers to see their heroines as, you know, girls next door. So our mold in the break here, and of course there is a scene in it which is very critical to the movie, of course. Adum kudi enact here. Did you feel the fear at any point that if people might not accept you? എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്ലസ് ആയിട്ട് തോന്നുന്നത് എൻ്റെ ഫാമിലി. ബിക്കോസ് മൈ പാരൻസ്, മൈ ഡാഡ്, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അനിയൻ, അവരൊക്കെ എനിക്ക് സപ്പോർട്ട്. എനിക്ക് എപ്പോഴും സപ്പോർട്ട് അവർ മാത്രം മതി. പിന്നെ എനിക്ക് തോന്നി കുറേ പ്രഷേഴ്സ് വരാൻ സാധ്യതയുണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് അതൊക്കെ അതിജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ ഞാൻ സിനിമയെ കാണുന്നത് അങ്ങനെയാണ്. യുനോ, ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. അതും എത്രത്തോളം അതിന് ഡെഡിക്കേഷൻ കൊടുക്കാമോ അതിന് മാക്സിമം കൊടുക്കാം, അതിന് മാക്സിമം നീതി പുലർത്തുക, അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. സോ ഐ എം പാഷനേറ്റ്. സോ എനിക്ക് പാഷൻ ആയിട്ടുള്ള ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കാം. And you're passionate about acting at the end of the day. Yes, Vineet, what was your toughest moment in the movie? Because you've done the character extremely beautifully. Again, Ansari, I could completely see Ansari. I've forgotten that it is Mr. Vineet Srinivasan. So, what was that moment which was tough for you? ഈ സൈക്കോപന്തിയുടെ സീൻ അല്ല, എനിക്ക് പിന്നെ എനിക്ക് സമീർക്ക് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇപ്പോൾ സമീർക്ക അടുത്ത് ഞാൻ സമീർക്ക എവിടം വരെയാന്ന് ചോദിക്കുമ്പോൾ ഡയലോഗ് ഈ പോർഷൻ വരെയാന്ന് പറയും. പക്ഷെ ഞാൻ എന്നാലും ഫുൾ അങ്ങ് പഠിച്ചേക്കും. കാരണം ഓൺ ദ ഗോ സമീർക്കയ്ക്ക് നന്നായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി ഷോട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അന്ന് നമ്മൾ ബ്രോഡ്വേയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സമീർക്കയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഇവിടം വരെയാന്ന് പറഞ്ഞു. അപ്പോൾ സമീർക്കനെ നമുക്ക് അറിയുന്നുണ്ട്, ഞാൻ ഫുൾ അങ്ങ് പഠിച്ചു. അപ്പോൾ ഫുൾ നമ്മളൊരു ഷോട്ട് അങ്ങ് പോയി. ഇൻഫാക്ട് നിങ്ങൾ ക്രൗഡഡ് സീക്വൻസസിലൊക്കെ അല്ലേ ഷൂട്ട് ചെയ്തത്? അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതല്ലേ? എസ്പെഷ്യലി ശ്രീധറിന്റെ പുറയിലും അല്ലാതെ ആ തല്ല് കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ ബ്രോഡ്വേയിൽ, അതൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു
അത് ഞങ്ങൾ അതിനൊരു എന്താ പറയുക ഒരു ക്യാമറ റിഹേഴ്സൽ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി എന്ന് വെച്ചാൽ ഞാൻ ഇവരെ അതിൻ്റെ ഒരു വീഡിയോ അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് പോയി ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും ആ ഷോർട്സ് വരാൻ പോകണമെന്നുള്ള രീതിയിൽ ആദ്യം ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഇവരെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് റെക്കിക്ക് വേണ്ടി പോയപ്പോൾ അവിടെ ഇങ്ങനെ ആയിരിക്കും ആ സീൻ വരാൻ പോകണമെന്നുള്ളത്. പിന്നെ ഇതിന്റെ അവിടെ അധികം റീടേക്സ് എടുക്കാനുള്ള സ്കോപ്പ് ഒന്നും അവിടെ റീടേക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ ഷോട്ട് ആയിരുന്നു. അവിടെ റീടേക്ക് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ ഫോമാറ്റ് ഈ പടത്തിന് ഉപയോഗിച്ച ഫോമാറ്റ്സ് ഇതറിയാം. ഇത് 70 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിൽ ക്യാമറ കാനോണിൻ്റെ 70 സ്റ്റിൽ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ അപ്പോൾ എന്ന് വെച്ചാൽ ഈ ക്യാമറ ഇതൊരു ചെറിയ ക്യാമറയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ 3-4 ക്യാമറകൾ ഒരേ സമയം അവിടെ ഇവിടെയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. പിന്നെ ഇവൻ ലൈറ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ വലിയ ബഹളമൊന്നുമില്ല, ആൾക്കാർക്ക് ഇത് ഷൂട്ടിംഗ് ആണെന്ന് മനസ്സിലാവില്ല. പിന്നെ തിരിച്ചറിയുന്ന ആക്ടേഴ്സ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ വിനീതിന് അത്യാവശ്യം ഒരു ക്യാപ്പൊക്കെ ഇടിച്ച് എവിടെയെങ്കിലൊക്കെ നിർത്തുമ്പോൾ ഷോട്ടിൽ വന്നിട്ട് ക്യാപ്പ് ഒരു മാറ്റും. ഇവർ ആക്ടേഴ്സിന് ആ സമയമാകുമ്പോൾ കൊണ്ടൊന്ന് അങ്ങ് ഇടുക, ഷോട്ട് എടുക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ അസോസിയേറ്റ് ഉണ്ടല്ലോ സിജു എസ് ബാബ, സിജു ഒക്കെ 6 അടി ഹൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ സിജുവിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നാരും കാണില്ല. On that juncture, we'll take a break, but after the break, we need to talk more about this film, this very interesting cinema, Chapa Kurushu. Stay tuned and do not go away.